സ്വാതന്ത്ര്യ ദിനാഘോഷങ്ങളുടെ ഭാഗമായി ഇരമത്തൂർ തൂലിക ആർട്സ് ആൻഡ് സ്പോർട്സ് ക്ലബിന്റെയും മാന്നാർ പഞ്ചായത്ത് 19ാം വാർഡിന്റെയും സംയുക്ത നേതൃത്വത്തിൽ വിരമിച്ച സൈനികരെ ആദരിച്ചു. മാന്നാർ പഞ്ചായത്ത് പ്രസിഡന്റ് പി.കെ. പ്രസാദ് ഉദ്ഘാടനം നിർവഹിച്ചു. സ്വാതന്ത്ര്യ ദിനാഘോഷങ്ങളുടെ ഭാഗമായി മാന്നാർ ഇരമത്തൂർ തൂലിക ആർട്സ് ആൻഡ് സ്പോർട്സ് ക്ലബിന്റെയും മാന്നാർ ഗ്രാമപഞ്ചായത്ത് 19ാം വാർഡിന്റെയും സംയുക്ത നേതൃത്വത്തിൽ വിരമിച്ച സൈനികരെ ആദരിച്ചു. പൊതുവൂർ കമ്മ്യൂണിറ്റി ഹാളിൽ നടന്ന ചടങ്ങിൽ വിവിധ സേനകളിൽ നിന്നായി വിരമിച്ച 25ഓളം സൈനികരെയാണ് ആദരിച്ചത്. വാർഡ് മെമ്പറും ഗ്രാമപഞ്ചായത്ത് വൈസ് പ്രസിഡന്റുമായ P.A. ലത അധ്യക്ഷത വഹിച്ച യോഗം മാന്നാർ ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് P.K. പ്രസാദ് ഉദ്ഘാടനം ചെയ്തു. 80 വർഷം സ്വാതന്ത്ര്യം കിട്ടിയിട്ടാകുമ്പോഴും നമ്മുടെ നാടിന്റെ കാതലായ കാഴ്ചപ്പാട്, നാനാത്വത്തിൽ ഏകത്വം എന്ന മഹത്തരമായ കാഴ്ചപ്പാട് അറിഞ്ഞും അറിയാതെയുമൊക്കെ പല മേഖലകളിലും ചോർന്നു പോകുന്ന, അല്ലെങ്കിൽ അതിന്റെ പ്രാധാന്യം കുറയ്ക്കുന്നതിന് വേണ്ടിയിട്ട് ബോധപൂർവം എന്ന് ഞാൻ പറയുന്നില്ല, എന്നാൽ ബോധപൂർവമാണെന്ന് പറയുന്നത് കൊണ്ട് തെറ്റുമില്ലാത്ത ഇടപെടൽ നടക്കുന്ന ഘട്ടത്തിൽ ഇതുപോലെയുള്ള ഒത്തുചേരലും സ്വാതന്ത്ര്യ സമര ചരിത്രത്തെ സംബന്ധിച്ചുമൊക്കെ നാം പഠിച്ചു പോവുകയും അത് ഓർത്തുപോവുകയും ചെയ്യേണ്ടതാണ്. മഹാത്മാഗാന്ധിജിയുടെ നേതൃത്വത്തിൽ അഹിംസാ മാർഗത്തിൽ കൂടിയുള്ള സ്വാതന്ത്ര്യ സമരത്തെ സംബന്ധിച്ചാണ് ഞാനും നിങ്ങളുമെല്ലാം ഏറെക്കുറെ മനസ്സിലാക്കിയിരിക്കുന്നതും വിശ്വസിക്കുന്നതും. അത് തന്നെയാണ് അതിന്റെ യാഥാർത്ഥ്യം, അതിനകത്തൊന്നും യാതൊരു തർക്കവുമില്ല. എന്നാൽ അത് മാത്രമല്ല എന്നുള്ളതും കൂടി നാം ചരിത്രം പരിശോധിക്കുമ്പോൾ നമുക്ക് മനസ്സിലാകും. ഡോക്ടർ പ്രകാശ് കൈമൾ മുഖ്യപ്രഭാഷണം നടത്തി. ഇന്ത്യാകാശത്ത് പ്രവർത്തിച്ചുകൊണ്ടിരിക്കുന്നു, ഗവേഷണ പ്രവൃത്തിയിൽ ഏർപ്പെട്ടിരിക്കുകയാണ്. അനിൽ മേനൻ എന്ന് പറയുന്ന മലയാളി അമേരിക്കൻ സോയൂസ് 29 കൂടെയാണ് അദ്ദേഹം അവിടെ എത്തിയത്. എന്തുകൊണ്ടാണ് ഒരു ഭാരതീയനെ മറ്റ് രാജ്യങ്ങളെ ബഹുമാനിക്കുന്നത്? ഭാരതീയനെ മാറ്റി നിർത്താനാവുന്ന ഒരു സാഹചര്യമല്ല ആധുനിക കാലം. ഇപ്പോ അമേരിക്ക മറ്റ് രാജ്യത്തെ ആക്രമിക്കുന്ന സമയത്ത് പോലും ട്രംപിന് പോലും ഭാരതത്തിന്റെ സംവിധാനവുമായിട്ട് വളരെയധികം കെട്ടുറപ്പോടുകൂടി പ്രവർത്തിച്ചാലേ പറ്റൂ എന്ന് മനസ്സിലായിട്ടുണ്ട്. അപ്പോ ഭാരതം എന്നും അഖണ്ഡമായി നിലനിൽക്കേണ്ടത് നമ്മുടെ ഓരോരുത്തരുടെയും കടമയാണ്. ഇതിനുവേണ്ടി നമ്മൾ ഏറ്റവും അടിസ്ഥാനപരമായിട്ട് ചെയ്യാൻ പറ്റുന്ന കാര്യങ്ങളാണ് നമ്മളെ സംരക്ഷിക്കുന്ന ആ വലിയ സേനയെ, 3 സേനയും, കരസേനയും വായുസേനയും നാവികസേനയുമുള്ള ബലം, ഏറ്റവും ബലമുള്ള ഒരു സേനാബലമാണ് ഭാരതത്തിനുള്ളത്. പൊതുവൂർ ക്ഷേത്ര ഭരണസമിതി പ്രസിഡന്റ് ഉണ്ണികൃഷ്ണൻ, ഇരമത്തൂർ മുസ്ലിം ജമാഅത്ത് പ്രസിഡന്റ് റഷീദ് മേടയിൽ, മുൻ ഗ്രാമപഞ്ചായത്ത് അംഗവും റിട്ടയർഡ് സൈനികനുമായ കല്യാണകൃഷ്ണൻ, മുൻ ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് ബാലസുന്ദര പണിക്കർ, ചോരാത്ത വീട് പദ്ധതി ചെയർമാൻ K. കരീം, തൂലിക ക്ലബ് പ്രസിഡന്റ് സുബിൻ സന്തോഷ്, സെക്രട്ടറി വൈശാഖ് വിക്രമൻ, ADS പ്രസിഡന്റ് അനിത, അംഗങ്ങളായ ലൈല, ഉഷ, രമ, സുജ, ഹരിതകർമ്മസേനാംഗം ഉഷ, CDS മെമ്പർ ശ്യാമള, റിട്ടയർഡ് അംഗൻവാടി അധ്യാപിക കുമാരി, അംഗൻവാടി അധ്യാപിക സൗദ ബീവി എന്നിവർ സംസാരിച്ചു. ചടങ്ങിന് ശേഷം കുട്ടികളുടെ സൈക്കിൾ റാലിയും മധുര വിതരണവും നടന്നു. CDNet ന്യൂസ്, മാന്നാർ.